അന്തരിച്ച കാനത്തിൽ ജമീല എംഎൽഎക്ക് നിയമസഭ അന്തിമ ഉപചാരം അർപ്പിച്ചു. സഭയിൽ ഇന്ന് ചരമോപചാരം മാത്രമായിരിക്കും ഉണ്ടാകുക. സ്പീക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ അനുശോചന പ്രസംഗം നടത്തി. സഭയിൽ ഇന്ന് ചരമോപചാരമല്ലാതെ മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടായിരിക്കില്ല. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച നാളെ മുതൽ നടക്കും. കൊയിലാണ്ടി എംഎൽഎ ആയിരിക്കെയാണ് കഴിഞ്ഞ നവംബർ 29-ന് കാനത്തിൽ ജമീല അന്തരിച്ചത്. അർബുദ രോഗത്തെ തുടർന്നായിരുന്നു അന്ത്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കുന്നതിന് പകരം കൂടുതൽ എംഎൽഎമാരെ സഭയിലെത്തിക്കാനുള്ള നീക്കവുമായി മുസ്ലിം ലീഗ്. കഴിഞ്ഞ തവണ മത്സരിച്ചതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ ഇത്തവണ ചോദിക്കേണ്ടതില്ല എന്നാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. പകരം വിജയസാധ്യതയുള്ള കൂടുതൽ മണ്ഡലങ്ങൾ നേടിയെടുക്കാനാണ് പാർട്ടി ലക്ഷ്യമിടുന്നത്. UDF-ൽ ലീഗ് പിടിമുറക്കുന്നു എന്ന തരത്തിലുള്ള ചർച്ചകൾക്ക് കൂടുതൽ സീറ്റ് ആവശ്യപ്പെടാതിരിക്കുന്നതിലൂടെ തടയിടാനാവുമെന്നും പാർട്ടി കരുതുന്നു. സംസ്ഥാനത്ത് റെക്കോർഡുകൾ ഭേദിച്ചുള്ള സ്വർണ്ണവിലയുടെ കുതിപ്പ് തുടരുന്നു. ഇന്നലെ 3 തവണകളായി പവന് 3160 രൂപ വർദ്ധിച്ച സ്വർണ്ണവില ഇന്ന് 3680 രൂപയാണ് കൂടിയത്. 1,13,520 രൂപയാണ് ഇന്ന് 1 പവൻ സ്വർണത്തിന് വില. ഗ്രാമിന് ആനുപാതികമായി 460 രൂപയാണ് വർദ്ധിച്ചത്. 14,190 രൂപയാണ് 1 ഗ്രാം സ്വർണത്തിന്റെ വില. കോട്ടയത്ത് റബ്ബർ ബോർഡിന്റെ ക്വാർട്ടേഴ്സിൽ നടന്ന മോഷണത്തിൽ 2 ക്വാർട്ടേഴ്സിൽ നിന്നായി നഷ്ടപ്പെട്ടത് 73 പവൻ സ്വർണം എന്ന വിവരം. വിപണി വില അനുസരിച്ച് ഏതാണ്ട് 80 ലക്ഷത്തോളം രൂപ വിലമതിക്കുന്നതാണ് ഈ സ്വർണ്ണാഭരണങ്ങൾ. കവർച്ചയ്ക്ക് പിന്നിൽ ഉത്തരേന്ത്യൻ സംഘമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ മോഷ്ടാക്കൾ ധരിച്ചെന്ന് കരുതുന്ന കയ്യുറ മാത്രമാണ് ഇവിടെ നിന്ന് ലഭിച്ച ഏക തുമ്പ്. പ്രദേശത്ത് CCTV ഇല്ല എന്നതും വെല്ലുവിളി സൃഷ്ടിക്കുന്നു. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ അഷ്ടദിക്പാലകന്മാരെ കണ്ടെത്തി. ഇന്നലെ നടത്തിയ SIT പരിശോധനയിൽ സ്ട്രോങ് റൂമിൽ നിന്നുമാണ് അഷ്ടദിക്പാലകന്മാരെ കണ്ടെത്തിയത്. ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു. കൊല്ലം കോടതിയിൽ വിശദമായ റിപ്പോർട്ട് SIT നൽകും. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കും. ഇത് സംബന്ധിച്ച ശുപാർശ SIT സർക്കാരിന് നൽകി. തൃശൂർ സ്വദേശി അഡ്വക്കേറ്റ് ഉണ്ണികൃഷ്ണനാണ് പരിഗണനയിലുള്ളത്. ഇന്നലെ രാത്രി 1:30-യോടെയാണ് സന്നിധാനത്ത് SIT പരിശോധന പൂർത്തിയാക്കിയത്. കൊടിയിൽ സ്ഥാപിച്ചിരുന്ന ചെറിയ ശില്പങ്ങളാണ് അഷ്ടദിക്പാലകർ.